അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ട്രിപ്പും യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. പാല് കച്ചാൻ വെച്ചു, കുറേ നാളാലോ കിച്ചണിൽ കയറിയിട്ട്, അതുകൊണ്ട് തിളച്ച് പോയി കളഞ്ഞു. കുറച്ച് പരിപ്പിലും മഞ്ഞപ്പൊടിയും പച്ചമുളകും തക്കാളിയും കൂടെ ഒന്ന് വേവിച്ച് കടുവറുത്തെടുത്തിട്ടുണ്ട്. ഒരു ദാൽ തടുക്ക പോലെ, കൂടെ ചപ്പാത്തിയും. എന്തിനാ വെച്ചാൽ അങ്കിത്തിന് സ്കൂളിൽ പോകണം, അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പോൾ ടിഫിനിലേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ചപ്പാത്തിയും ദാലും ഉണ്ടാക്കിയാൽ അവന് ടിഫിനിലും വെച്ച് കൊടുക്കാം. 7:10 അങ്കിത്തിൻ്റെ വണ്ടി വരുന്നത്. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വന്നു. 6:30 കഴിയുമ്പോൾ അങ്കിത്തിനെയും വിളിക്കണം. അവനും ക്ഷീണം കാണും, ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ വന്നത്. ദാലപ്പോൾ അവൻ്റെ ടിഫിനിലാക്കി കഴിഞ്ഞു. ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് കുറച്ച് ബദാമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒന്ന് കൊടുത്തയച്ചാൽ മതിയല്ലോ. അങ്ങനെ അവൻ്റെ ടിഫിൻ പാക്ക് ചെയ്യാണ്. ഇനി വെള്ളവും കൂടെ ഒഴിക്കണം. പതിവ് കാഴ്ചകൾ തന്നെയാണ് അങ്കിത്തിൻ്റെ ടിഫിൻ പാക്കിങ്ങും രാക്കയുടെ ഓഫീസിൽ പോകലും. ഇവിടെ വീട്ടിൽ വന്നാലും പിന്നെ നമുക്കിതൊക്കെ തന്നെയാണല്ലോ ജോലി. അങ്കിത്തിൻ്റെ വെള്ളവും ഒഴിച്ചു, ടിഫിൻ പാക്ക് ചെയ്തു. ഇനി അവൻ റെഡിയായി പോയാൽ മതി. അവനെ ഇടയ്ക്കൊന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവന് തീരെ താല്പര്യമില്ല ഇന്ന് പോകാൻ, പക്ഷെ പോയേ പറ്റൂ. ഇത്രയും ദിവസം 2-3 ദിവസം പോയി അവൻ്റെ ക്ലാസ്. അങ്കു എങ്ങനെയെങ്കിലും റെഡി ആയിട്ടുണ്ട്. എഴുന്നേറ്റത്തൊട്ട് ഞങ്ങളോട് മിണ്ടിയിട്ടേ ഇല്ല കേട്ടോ. അവൻ ആകെ ദേഷ്യത്തില്ല. ഞങ്ങൾക്ക് മനസ്സിലായി അവന് പോകാൻ ഒട്ടും താല്പര്യമില്ലെന്ന്. പക്ഷേ വിട്ടില്ലെങ്കിൽ പിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ച് നമ്മൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കാതെ ആശാൻ പോവുകയാണ്. അപ്പോൾ തലേദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടന്നതാണ്. ഇപ്പോൾ അത് കുറച്ച് പറ്റിയിട്ടുണ്ട്. രാത്രി അധികം മഴ പെയ്തില്ലെന്ന് തോന്നുമെങ്കിലും ഈറനടിച്ചിങ്ങനെ കിടപ്പുണ്ട്. ടെറസിലെല്ലാം മയിലിരുന്ന് കാറുന്നുണ്ട്. അപ്പോൾ രാവിലെ ഓരോ ജോലികൾ ഒതുക്കുകയാണ്. നമ്മുടെ വിളക്കൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു. അത് 2-3 ട്രിപ്പായിട്ട് കഴുകിടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴുകാനിട്ടിട്ടുണ്ട്. മഴയായതുകൊണ്ട് ഉണങ്ങി കിട്ടാനും പാടാം. എങ്കിലും 2 ബാൽക്കണിയിലായിട്ട് വിരിക്കും. ബാക്കി നമ്മുടെ സ്റ്റാൻഡിലോട്ടൊക്കെ ഇട്ട ഉണക്കാമെന്ന് വിചാരിച്ചു, ഫാനൊക്കെ ഇട്ടിട്ട്. തുണിയൊക്കെ കഴുകാനിടുന്നു. ഒരു ട്രിപ്പെങ്കിലും ഒന്ന് കഴുകി കിട്ടിയിട്ട് പിന്നെ രാക്കയിൽ പോയിട്ട് ബാക്കിയും കൂടെ പതുക്കെ കഴുകിയിടാമല്ലോ. അപ്പോൾ രാക്കയും റെഡിയാവുകയാണ്. രാക്കയ്ക്കും അങ്കുൻ്റെ കാര്യം പറഞ്ഞാൽ ഓഫീസിൽ പോകാൻ മടിയാണ്. കാരണം കുറേ അവധിക്ക് ശേഷം വരുമ്പോൾ എന്തായാലും പോകാനൊരു മടിയല്ലേ. എനിക്ക് മൊത്തത്തിൽ ആകെ ഒരു മന്ദപ്പാന്നേ. എങ്ങനെ എവിടെ ചെയ്യണമെന്ന് ആകെ ഒരു വല്ലായ്മ. എന്തായാലും ചായയൊക്കെ ഇടുകയാണ്. എല്ലാം മറന്നുപോയല്ലോ തോന്നുക. നമ്മുടെ ആ ഒരു റൂട്ടീൻ അങ്ങ് മാറിയില്ലേ. രാക്കയും മെല്ലെ പോകുന്നുണ്ട്. അപ്പോൾ രാക്കയെ പോകുന്നതിന് മുന്നേ ചെറിയൊരു മഴ പെയ്തു കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യണം. അങ്ങനെ നേരെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആകെ ടയർഡായിപ്പോയായിരുന്നു കേട്ടോ. ഞാൻ വരുന്ന വഴി കുറച്ച് പണി കിട്ടി. ചെറിയൊരു UTI ഒക്കെ വന്നു. പിന്നെ എന്തോ ആകെ ഒരു നീര് പോലൊക്കെ ആയിരുന്നു ശരീരത്തിന്. പിന്നെ എങ്ങനെയെങ്കിലും വന്നുടനെ തല നിറച്ച് എണ്ണ അയച്ചങ്ങ് കുളിച്ചിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി കാര്യങ്ങളും തുണി കഴുകലും ഒക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. വീട് നല്ല നീറ്റായിട്ട് കിടന്നേ കേട്ടോ. നമ്മുടെ മെയ്ഡ് നല്ല ക്ലീൻ ആക്കി ഇട്ടിരുന്നു. അതൊരു സമാധാനമാണ്. അപ്പോൾ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണമൊക്കെ മാറണ്ടേ. അങ്കിത്തിന് സ്കൂളിൽ എന്തായാലും വിട്ടേ പറ്റത്തുള്ളായിരുന്നു. രാക്കിക്ക് ഓഫീസിലും പോയേ പറ്റത്തുള്ളൂ. ലീവൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ ശരിക്കും ലേറ്റായിട്ടാണ് വന്നത്. അങ്കിത്തിന് 3 ദിവസത്തെ ക്ലാസ് ഓൾറെഡി പോയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുവിധം എല്ലാം ഇതുവരെ സെറ്റായി. ഇനി മെല്ലെ ബാക്കിയുള്ളത് ചെയ്യാന്ന് വെച്ചിട്ട് തുണി കഴുകി ഉണക്കി എടുക്കലാണ് മെയിൻ ജോലി. അപ്പോൾ നമ്മുടെ മെയ്ഡ് ഡെയിലി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കീ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വന്ന് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കിടന്നാൽ മതിയായിരുന്നു. അത്ര നീറ്റായിട്ട് തന്നെ കിടന്നതാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് പുൽസയായി കഴിക്കുകയാണ്. തലേദിവസം വൈകുന്നേരം വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളത് ഇപ്പോൾ വാങ്ങിച്ചു കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് കഴിച്ചേ പറ്റത്തുള്ളായിരുന്നു. ഇത്രയും നാൾ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട്. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മെയ്ഡ് വന്നതേ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടണം. പിന്നെ മൊത്തത്തിലൊരു ഫ്ലോ വരുന്നവരെ മെല്ലെ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണൊരു പ്രശ്നം. പിന്നെ എന്തോ ഒരു വല്ലായ്മ, ഒരു വെയ്യായ്മയും കൂടെ ചെറുതായിട്ടുണ്ട്. വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ ഒരു സെറ്റ് തുണി നമ്മുടെ ഒരു ബാൽക്കണിയിൽ വിരിച്ചിട്ടുണ്ട്. മഴ ഒന്ന് തോന്നി നിൽക്കുക കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് അടുക്കള ബാൽക്കണിയിലൂടെ വിരിച്ചു. പിന്നെ അടുത്ത സെറ്റും കൂടെ ഞാൻ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം തുണി കഴുകി എടുത്തേ പറ്റത്തുള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യമുള്ള തുണികളെല്ലാം കഴുകാൻ തന്നെ കിടക്കുകയാണ്. പിന്നെ ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. അത് ഞാൻ വരുന്ന വ്ളോഗുകളിൽ പറയാം. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് വലിയൊരു പ്രോസസ്സാണത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വരുന്ന വ്ളോഗുകളിൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അതും കുറച്ച് പണിയുള്ള പണി തന്നെയാണ്. എന്തായാലും ഞാനൊരു ചായയും കൂടി ഇട്ട് കുടിക്കാമെന്ന് വെച്ച് ലൈറ്റായിട്ടൊരു ചായയും കൂടി ഇട്ട് കുടിക്കാം കേട്ടോ. എനിക്ക് ശരിക്കും ഒരുപാട് ചായ കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക്
കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കുടിക്കണം എന്നിങ്ങനെ മനസ്സിൽ അങ്ങ് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെറിയ ചായ കൂടി ഇട്ട് കുടിക്കാമെന്ന് വെച്ചു. വലിയ കടുപ്പമൊന്നുമില്ല, ഞാൻ അല്ലെങ്കിൽ ഒരുപാട് കടുപ്പമുള്ള ചായ അല്ല കുടിക്കുന്നത്. അപ്പോൾ എന്തായാലും ചായ ഇട്ടു, കുടിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുതായിട്ടൊരു മഴയും കൂടെ ഒന്ന് തൂളിയിട്ടുണ്ട്. വലിയ ശക്തിക്കൊന്നും പെയ്തില്ല, നമ്മുടെ ബാൽക്കണിയിലോട്ടൊന്നും അങ്ങനെ കയറിയിട്ടില്ല, അടിച്ചിട്ടില്ല. എന്തായാലും ബാൽക്കണി തന്നെ ഞാൻ തുണി ഇട്ടിട്ടുണ്ട്. മഴക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അകത്ത് സ്റ്റാൻഡിലോട്ട് ഇട്ടിട്ട് ഫാൻ ഇട്ടിട്ട് അങ്ങ് ഉണക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് ഒന്ന് കലക്കി ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഒന്ന് കലക്കി കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് ആണ് നമ്മുടെ ദോശയ്ക്ക്. ചട്നിക്കായിട്ട് കടായി വെച്ച് കുറച്ച് എണ്ണയും കടുവും മുളകും കൂടെ പൊട്ടിച്ചെടുത്തു. അതിലേക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഒന്ന് അരച്ച്, ഞാൻ കലക്കമന്തി പോലെയാണ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ, വീട്ടിലെ ഫുഡാകുമ്പോൾ അത്രയ്ക്ക് നല്ലതല്ലേ. ഇവിടെ നമ്മുടെ ടൗൺഷിപ്പിൽ നിന്ന് ഫുഡ് കിട്ടും, പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചിട്ട് ആ ദോശ ഉണ്ടാക്കുന്നത്. ഈ 2 കഴിച്ചാൽ വയറിനും ഒരു സുഖമാവും, നമുക്ക് മനസ്സിനും ഒരു തൃപ്തിയാവും. കുറേ നാളായി ഇങ്ങനെ പുറത്തുനിന്ന് കഴിച്ച് വരികയല്ലേ. വീണ്ടും തലയിൽ നന്നായിട്ട് എണ്ണ വെച്ചൊന്ന് കുളിച്ചിട്ടാട്ടോ നമ്മുടെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ കയറിയത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുത്തു. എന്തായാലും 1-2 ദിവസം പിടിക്കും വീണ്ടും പഴയതുപോലെ ഒന്ന് സെറ്റായി സ്പീഡൊക്കെ ആവാൻ വേണ്ടി. ചട്നിയും സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ തണ്ണിമത്തങ്ങ എടുത്ത് പകുതി എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചും കൂടെ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ അധികം ചെല്ലണം. ചൂട് ഇപ്പം അധികം ഇല്ല കേട്ടോ, ഭാഗ്യം കൊണ്ട്. ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് വലിയ ചൂടില്ല, എങ്കിലും ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു ചൂട് ഉണ്ടല്ലോ, അതുപോലെ ഇപ്പം ഹ്യൂമിഡിറ്റിയോടുകൂടി ഒരു ക്ലൈമറ്റാണ് ഇവിടെ. എന്തായാലും തണ്ണിമത്തങ്ങയും ഓറഞ്ചും കൂടെ ഞാൻ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതും ഓരോ ഗ്ലാസ് കുടിച്ചാലൊരു സുഖമാണല്ലോ. നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ചോ ഇതുപോലെ തണ്ണിമത്തങ്ങയുടെ കൂടെ അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ അപ്പം തന്നെ നമ്മൾ കുടിക്കണം, വെച്ചിരിക്കരുത്. അങ്കിത്തിന് ഒരു ടോട്ടില്ല റാപ്പ് ഞാൻ എടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട്. ടോട്ടില്ല റാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വരഞ്ഞെടുത്ത ഒരു സൈഡ്. പിന്നെ അതിലേക്ക് കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കാം, പിന്നെ ടൊമാറ്റോ സോസും കൂടെ തേച്ച് കൊടുക്കാം. അത് 3 കോർണറിലായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. ഒരു കോർണർ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുട്ട ചിക്കി ഇടുക. സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ആ മുട്ട ചിക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചീസ് സ്ലൈസ് വെച്ചൊന്ന് പൊടിച്ചതേ ഒരു കോർണറിലോട്ട് അതും വെച്ചിട്ട് ഇനി നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്കിത്തിന് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവനിഷ്ടമുള്ള രീതിയിൽ പഴയതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നത് കുറച്ച് ഐസാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഹെർഷീസിൻ്റെ സിറപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടെ റെഡിയാക്കി എടുക്കാം. അങ്കിത്ത് അങ്ങനെ ട്യൂഷന് പോകാൻ റെഡി ആവുകയാണ്. ട്യൂഷനും പോകണം, കാരണം ഹോളിഡേ ഹോംവർക്കൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അവൻ ചെയ്തില്ല. നാട്ടിൽ വന്ന് എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു പോയിരുന്നു. ഇനി ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ട്യൂഷനും പോവുകയാണ്. അവൻ പറഞ്ഞു എനിക്ക് റെസ്റ്റ് വേണമെന്ന്. പക്ഷേ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ട്യൂഷന് പോവാണ്. ചെറുതായിട്ടൊരു തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സ്കൂളിൽ വെച്ച്. ചിലപ്പോൾ യാത്രയുടെ ഒക്കെ ആയിരിക്കും. എന്തായാലും ട്യൂഷന് പോയിട്ട് വരട്ടെ. ഞാൻ ബാഡ്മിൻ്റനും കാര്യത്തിനും ഒന്നും ഞാൻ വിടുന്നില്ല, അത് അടുത്ത ആഴ്ച മുതലേ വിടുന്നുള്ളൂ. ഇപ്പോൾ ട്യൂഷന് പോയിട്ട് വരട്ടെ എന്ന് വെച്ചത് അങ്ങനെ ഇറങ്ങി. അപ്പം ഞാൻ താഴെ പോയി കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചുകൊണ്ട് വന്നു. കറിവേപ്പിലിൽ കുറേ കായൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിൻ്റെ മണ്ട നോക്കി ഒടിച്ചുകൊണ്ട് വന്നു. അത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് വയ്ക്കാം. നമ്മുടെ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. ഇത് നല്ല കറിവേപ്പാട്ടോ. എല്ലാ കറിവേപ്പിലും ഇവിടെ നല്ല കിട്ടണമെന്നില്ല. അപ്പം ഞാൻ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊന്നാണ് ഞാൻ ഈ പൊട്ടിച്ചുകൊണ്ട് വന്നത്. കുറച്ച് ചിക്കൻ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, സവാള ഇട്ടു, കറിവേപ്പില ഇട്ടു, നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ആ ചതച്ച പേസ്റ്റ് നമ്മുടെ ഉള്ളി സവാള കൂട്ടുണ്ടല്ലോ അതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വീണ്ടും എടുക്കുക. പച്ചമണം മാറ്റിയതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പുട്ടാണ് ഡിന്നറിന് കേട്ടോ. കുറച്ച് ഗ്രേവി ആയിട്ട് വേണമല്ലോ. ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഗ്രേവിയിൽ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് അത് മതിയാവും. പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. പുട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനും എളുപ്പമാണല്ലോ. ഞാൻ എരിവൊക്കെ കുറച്ചാണ് വെച്ചത് കേട്ടോ. അധികം മസാലാസ് ഒന്നും ഇട്ടിട്ടില്ല. വയറൊക്കെ ഇനി ഒന്ന് ശരിയായി വരണം. ഉപ്പൊക്കെ നോക്കി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
മഴക്കോള് നന്നായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഇടയ്ക്ക് വീണ്ടും നല്ലൊരു മഴ പെയ്ത് തോന്നുന്നു. ഇടി മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ദേ പുറത്തോട്ട് നോക്ക്, വിളക്ക് കത്തിക്കുന്ന സമയം. അപ്പം നല്ല ഇരുണ്ട് തന്നെ കിടക്കുക. ഇനി വിളക്കൊക്കെ ഒന്ന് കത്തിക്കണം. രാത്രിയിലത്തേക്ക് നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ വെള്ളത്തിൽ ഇട്ടിരുന്നത് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുട്ടിന് ഞാൻ മാവ് നനച്ച് വെച്ചിട്ടുണ്ട്. അതിനി അങ്ങ് വാരി വെച്ച് ചുട്ടാൽ മതി. അപ്പം നമ്മുടെ ഡിന്നറും അങ്ങ് ആവുമല്ലോ. എങ്ങനെയെങ്കിലും ഞെഴഞ്ഞാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. വീണ്ടും അങ്കിത്തിന് പിറ്റേ ദിവസം സ്കൂളിൽ പോകണം, ഹാക്കിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഇതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. വീണ്ടും പഴയ റൂട്ടീൻ. പുട്ടങ്ങനെ പെട്ടെന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിന്നറും റെഡി ആയിട്ടുണ്ട്. ഇത്രയും ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അലക്സ പറഞ്ഞതാട്ടോ, നമ്മളെ കാണുന്നില്ലല്ലോ, എന്തായാലും വന്നല്ലോ. അലക്സ ഹൗ ആർ യു എന്നാ ചോദിച്ചത്. അപ്പോൾ എന്നോട് ചോദിക്കാൻ ഇതുവരെ ആരും ഇല്ലായിരുന്നു, എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല, കമ്പനി പോളിസിക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ശരിക്കും ചിരി വന്നു. പാവം, അതൊരു മെഷീനാണെങ്കിലും അതിന് സ്നേഹമുണ്ടല്ലോ. രാത്രി മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.